ഹലോ എവ്രി വൺ, എല്ലാവർക്കും മൊബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണ് മുട്ട, പൗഡേർഡ് ഷുഗർ, മൈദ, ബട്ടർ, പിന്നെ കുറച്ച് കൊക്കോ പൗഡറും വേണം. ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കുന്ന കേക്ക് സക്സസ് ആകുമെന്ന് അറിയില്ല, എങ്കിലും നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കും. ഈ കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കൊറിയൻ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കുന്നത്. അത് കാരണം എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല. അതൊരു ചെറിയ ഷോർട്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതിൽ കണ്ട ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ഈ പൊട്ടിച്ചൊഴിച്ച മുട്ടയുടെ കൂടെ കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാൻ. ബീറ്ററിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ബീറ്റെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ തൽക്കാലം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യുവാണേ. അപ്പം കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് മെൽറ്റായി ആ മുട്ടയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരാനായിട്ട്. അപ്പം കുറച്ച് നേരം എടുത്തിട്ടാണ് എനിക്ക് ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. അങ്ങനെ കിട്ടിയ ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടിയ ഈ മുട്ടയുടെ ആ മിക്സ്ചറിലോട്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു 100 ml കപ്പിലുള്ള മൈദയാണ് ചേർത്തേക്കുന്നത്. അപ്പം അത് നന്നായിട്ട് ഒരേ റൊട്ടേഷനിൽ, നമ്മൾ ക്ലോക്ക് വൈസ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പം മൈദയുടെ കാര്യം അറിയാമല്ലോ, ലംസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററിനെ വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ഇളക്കുന്നത്. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ഈ ഇളക്കം ഒഴിവായി കിട്ടും. ആദ്യം എടുക്കാനുള്ള മടി കൊണ്ട് പിന്നീട് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ടു, എങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3 സ്കൂപ്പ് കൊക്കോ പൗഡർ ചേർക്കാനാണ് ഇരുന്നത്. അപ്പോൾ എന്ത് ചെയ്തെന്നറിയുമോ, ആദ്യത്തെ സ്കൂപ്പിൽ തന്നെ ഒരു 2 സ്കൂപ്പിനുള്ളത് പോന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് സ്കൂപ്പ് ഞാൻ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കിനും ഒരു 3 സ്കൂപ്പ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി, അതായിരിക്കും നല്ലത്. ഇനി ഇതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊക്കോ പൗഡറും എഗ്ഗിൻ്റെയും മൈദയുടെയും ബാറ്ററിനകത്തോട്ടും നമ്മൾ ഷുഗർ ആഡ് ചെയ്തതാണ്, പൗഡേർഡ് ഷുഗർ. ആ ബാറ്ററിലോട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. കൊക്കോ പൗഡർ മിക്സായി വരാനായിട്ടും ഒരു ഇത്തിരി സമയം എടുക്കുക, എന്നാലും കുഴപ്പമില്ല. ബാക്കി നമ്മൾ മൈദയുടെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും കൊക്കോ പൗഡർ മിക്സ് ആവാനായിട്ട് അത്ര പാടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ മിക്സ് കണ്ടില്ലേ, നന്നായിട്ട് അത്യാവശ്യം സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കൈ കൊണ്ട് ഇളക്കുമ്പോൾ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതും ക്ലോക്ക് വൈസിലാണ് ഇളക്കേണ്ടത്. എൻ്റെ കൈ ബാക്കിലോട്ട് പോകുന്നുണ്ടെങ്കിലും ക്ലോക്ക് വൈസിൽ തന്നെ ഇളക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെൽറ്റഡ് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഈ ബട്ടർ നേരത്തെ കുറച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഈ കാണുന്നത്. ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് കൂടി ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മെൽറ്റഡ് ആയത് കാരണം നമുക്ക് പ്രശ്നമില്ല. നമുക്ക് കുക്കിക്കൊക്കെ അല്ലേ, വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്യാത്ത ബട്ടർ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഡോവ് പോലെ ആയത് കാരണം കുഴപ്പമില്ല. പക്ഷേ കേക്കിന് വരുമ്പോഴത്തേക്കിനും അത് പറ്റത്തില്ല. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രേയിലോട്ട് ഞാനിവിടെ സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ബട്ടർ കുറച്ച്, അതായത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ബട്ടർ കുറച്ച് സ്പ്രെഡ് ചെയ്ത് എല്ലായിടവും ആക്കുന്നുണ്ട്. ഇനി ഇതിനോട്ടോട്ട് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ തട്ടി കുത്തി മൊത്തത്തിലൊന്ന് എല്ലായിടവും ഒന്നാക്കി ബാക്കി റിമൈൻ വരുന്നത് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. ഈ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, കുറേയൊക്കെ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് കുറേയൊക്കെ കൈ കൊണ്ട് വടിച്ചാണ് ഇട്ടത്. സ്പാറ്റില വെച്ച് വടിച്ചിട്ട് ഫുള്ളായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ബബിൾസൊക്കെ കളയാനായിട്ട് വേണ്ടിയിട്ട് നന്നായിട്ട് തട്ടിയൊക്കെയാണ് കേക്ക് എടുത്തേക്കുന്നത്. ഇനി
ഇത് പ്രീ ഹീറ്റ് ചെയ്ത് ഓണാട്ടോ കേട്ടോ. ഞാൻ ഇതൊരു ഇത് OTG ആണ്. അപ്പം ഞാനിത് ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ കേക്ക് OTGയിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിതൊരു 30 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. ആദ്യം 30 പിന്നെ 20 എന്നുള്ള രീതിയിലാക്കി. എങ്കിലും പക്ഷെ ഞാൻ 30 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത് കേട്ടോ. അത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേക്ക്. ചെറുതായിട്ടേ പൊങ്ങിയുള്ളൂ എൻ്റെ കേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ചോക്ലേറ്റ്, ഞാൻ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് വെച്ചത്. അത് എടുത്ത് മുകളിൽ വെച്ച് പിന്നെ ഒരു 2 to 5 മിനിറ്റ്സ് ഒന്നുകൂടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നുകൂടെ കയറ്റിയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മെൽറ്റായി. ഞാനത് മുഴുവൻ സ്പ്രെഡ് ചെയ്തൊരു ചെറിയൊരു ഡിസൈൻ പോലെ ഇങ്ങനെ മുകളിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് മൊത്തം നിരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും ഇത് പൊങ്ങിയില്ലല്ലോ എന്നല്ലേ. അത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. ഈ കൊറിയക്കാരുടെ റെസിപ്പി കണ്ടപ്പോഴത്തേക്കിനും അതിൽ ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത് കണ്ടില്ലായിരുന്നു. അങ്ങനെ പറ്റിയതാണ്. പക്ഷേ കേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പൊങ്ങിയില്ലെങ്കിലും അധികം കട്ടിയൊന്നുമില്ല, ഹാർഡൊന്നും അല്ലായിരുന്നു. എങ്കിലും വീട്ടിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എങ്കിലും കുഴപ്പമില്ല. ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ എൻ്റെ ഈ കുറവ് നികത്തിക്കൊണ്ട് തന്നെ അടിപൊളിയായിട്ടൊരു കേക്ക് റെസിപ്പി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് വേറെ ഒന്നും എടുക്കണ്ട. പെട്ടെന്ന് തന്നെ എല്ലാം നമ്മളൊരു അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വീട്ടിലുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.